Hi dear students, welcome back to Professional Business Skills. Professional Business Skillsന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇമെയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റെസിപ്പിയന്റിന് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൃത്യമായിട്ട് ആ ഇൻഫർമേഷനെ നമ്മൾ കൺവേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ ഇമെയിൽ എഡ്യൂക്കേറ്റ്സും അതുപോലെ തന്നെ ഡൂസും ഡോൺസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കുന്നതിന് മുമ്പ് എന്താണ് ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്നുള്ളത് നോക്കണം. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ് ഓഫ് ഇൻഫർമേഷൻ, അല്ലെ? ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ പെർട്ടിക്കുലർ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എന്നുള്ള അറേഞ്ച്മെന്റിനെയാണ്, അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ടെക്നിക്കൽ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ? അങ്ങനെ ടെക്നിക്കൽ ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ആർ മോർ ദാൻ ജസ്റ്റ് യൂസർ ഡോക്യുമെന്റ്സ്. നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സുമായിട്ട് ഡീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഡോക്യുമെന്റ്സുമായി ഡീൽ ചെയ്യുന്ന ആ ഡോക്യുമെന്റിനേക്കാൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്രേറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ദേ പ്രസന്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആൻഡ് നോ ഹൗ നീഡഡ് ടു ഡെവലപ്പ്, പ്രൊഡ്യൂസ്, മെയിൻറ്റെയിൻ ഓർ യൂസ് എ ഫോം ഓഫ് ടെക്നോളജി. ഒരു പെർട്ടിക്കുലർ ടെക്നോളജി, ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന ഡോക്യുമെന്റുകളെയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ ഡോക്യുമെന്റ്സ് വിച്ച് ആർ പ്രൊവൈഡിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ. വാട്ട് ആർ ദ സ്പെസിഫിക് ഇൻഫർമേഷൻ? ദേ ആർ പ്രൊവൈഡിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ ലൈക്ക് how to develop a particular product, how to develop a particular technology, how to produce this particular technology, how to maintain or how to use this technology. Suppose നമ്മൾ പറയാണ്, നമ്മൾ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് അതിന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് പെർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് ലഭിക്കാറുണ്ട്, അതിന്റെ യൂസർ മാനുവൽ നമുക്ക് ലഭിക്കാറുണ്ട്. ദിസ് ഓൾസോ എ ഡോക്യുമെന്റ്, ദിസ് ഓൾസോ എ ടെക്നിക്കൽ ഡോക്യുമെന്റ്. എന്താണ് യൂസർ മാനുവൽ ഉണ്ടാവുക? നമ്മൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ യൂസർ മാനുവൽ കിട്ടാറുണ്ട്. എന്താണ് യൂസർ മാനുവൽ ഉള്ളത്? എങ്ങനെ അത് ഓപ്പൺ ചെയ്യണം, എങ്ങനെ ഓൺ ചെയ്യണം, എങ്ങനെ ഓഫ് ചെയ്യണം, അതിന്റെ ഫ്രെയിം വർക്ക് എന്താണ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്, ഓരോ ഫീച്ചേഴ്സും എങ്ങനെ ഉപയോഗിക്കണം, അല്ലെ? ഇതിലുണ്ടാവാറുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ്, അതിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്താണ്, അതിന്റെ ഫീഡ്ബാക്കുകൾ, അല്ലെങ്കിൽ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഡോക്യുമെന്റ് ഉണ്ടാവും. അതെന്താണ്? ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച്, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ട രീതിയെക്കുറിച്ച്, ആ ടെക്നോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റുകളെയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. Then technical documentation can be in the form of models, prototypes, drawings, sketches, diagrams, blueprints, manuals or software, or represented as training or technical services. ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകൾ നടക്കാറുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് യൂസർ മാനുവൽസ് നൽകുന്നു. മാനുവൽസ്, അല്ലെ? ഒരു ടൈപ്പാണ് മാനുവൽ എന്ന് പറയുന്നത്. യൂസർ മാനുവൽസ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടൈപ്പാണ്. നമുക്ക് യൂസർ മാനുവൽ നൽകുന്നു. യൂസർ മാനുവലിലൂടെ എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത്? നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കത് എങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, എങ്ങനെ അത് പിന്നെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അത് ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂസർ മാനുവൽസ് നൽകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ്സുകളായിട്ട് നൽകാം, അതുപോലെ തന്നെ ഡയഗ്രാംസ് ആയിട്ട് നൽകാം, അതുപോലെ തന്നെ സ്കെച്ചസ് ആയിട്ട് നൽകാം, ഡ്രോയിങ്സ് ആയിട്ട് നൽകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളായിട്ട് നൽകാം, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ട് നൽകാം. അതായത് നമ്മൾ ചില പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യേണ്ട രീതി നമുക്ക് ട്രെയിൻ ചെയ്ത് തരാറുണ്ട്.
അല്ലെ? അത്തരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സർവീസുകളിലൂടെയോ സ്കെച്ചിലൂടെയോ ഡയഗ്രാംസിലൂടെയോ ഇതെല്ലാം ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ആയി ടെക്നിക്കൽ ഡോക്യുമെന്റുകളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടെക്നോളജി ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന പെർട്ടിക്കുലർ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് refers to any document that explains the use, functionality, creation or architecture of a product. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ആർക്കിടെക്ചർ, അതിന്റെ ഘടന, അതിന്റെ രീതി, അതിന്റെ ഫ്രെയിംവർക്ക്, അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ അതിന്റെ ക്രിയേഷൻ, അതെങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ കോമ്പോണൻസ്, അതിന്റെ കാര്യങ്ങൾ, ദെൻ പ്ലസ് അതിന്റെ ഫങ്ഷണാലിറ്റീസ്, എന്തെല്ലാം ഫങ്ഷൻസ് ഇതുകൊണ്ട്, ഇതുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്, എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗ ടു യൂസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പെർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡോക്യുമെന്റുകളെയാണ്, പീസ് ഓഫ് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ്, ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ. ദെൻ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ഇൻ ബിസിനസ്. നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പോരുന്നത്. സോ ബിസിനസ്സിലെ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾസ് പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആയി പോർട്ട്ഫോളിയോ അനാലിസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അത്തരത്തില് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരുപാട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഓരോന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ്, അല്ലെ? അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് റിപ്പോർട്ടിൽ ഉണ്ടാവും. സോ അതെന്താണ്, ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ കൺസിഡർ ചെയ്യാവുന്ന. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്, ടെൻഡേഴ്സ്, ഏജന്റ് കോൺട്രാക്ട്സ്, ലീസസ്, സ്റ്റാഫ് നീഡ്സ് ഫോർകാസ്റ്റ്, മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, ആനുവൽ ജനറൽ റിപ്പോർട്ട്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളെല്ലാം നമുക്കൊരു ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ആയിട്ട്, ബിസിനസ്സിലെ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ആയിട്ട് പറയാവുന്നതാണ്. ഇതെല്ലാം ക്ലിയർ ആവും. നമ്മൾ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്താണ് ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, ക്യാഷ് ഫ്ലോ, ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അനാലിസിസുകൾ, അതുപോലെ തന്നെ ടെൻഡറുകൾ, എന്തെങ്കിലും പ്രൊജക്ടുകൾ, എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടെൻഡർ കൊടുക്കും അല്ലെ? അതായത് പെർട്ടിക്കുലർ കോൺട്രാക്ടേഴ്സും പെർട്ടിക്കുലർ വർക്കേഴ്സും എന്ത് ചെയ്യുക, ടെൻഡർ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ജോലി ചെയ്തു തീർക്കാം. അതുപോലെ തന്നെ ഏജന്റ് കോൺട്രാക്ട്സ്, ലീസസ്, സ്റ്റാഫ് നീഡ്സ് ഫോർകാസ്റ്റ്, മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, ആനുവൽ ജനറൽ റിപ്പോർട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് റിപ്പോർട്ട്സുകളാണ്, ഡോക്യുമെന്റ്സുകളാണ്. ആ ഡോക്യുമെന്റ്സുകളെല്ലാം ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ്. ഇത്തരത്തില് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റുകളുടെ കുറച്ച് ടൈപ്സ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും 5 ടൈപ്പുകളാണുള്ളത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്. എന്താണ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്? The functional description document provides information on the system, requirements and the service offered. This document should offer a detailed overview of the software. The end user should be able to decide whether this is the software they are looking for after going through the introductory manual. അതായത് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ പോവാം. ആ ടെക്നോളജി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ, ആ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് നമ്മുടെ യൂസിന് യൂസ്ഫുൾ ആണോ, ഫിറ്റ് ആണോ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ, ഇത് നമ്മുടെ പർപ്പസിന്, നമ്മുടെ വർക്കിന് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഓവറോൾ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഓവറോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദി സിസ്റ്റം, റിക്വയർമെന്റ്സ് ആൻഡ് സർവീസ് ഓഫേർഡ്. ആ പർട്ടിക്കുലർ ടെക്നോളജി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്തെല്ലാം സർവീസ് ആണ് ഓഫർ ചെയ്യുന്നത്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് അതിലുള്ളത്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ എന്താ പറയാ, അതിനെ ആ പ്രൊഡക്റ്റിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഡോക്യുമെന്റുകളെയാണ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇൻസ്റ്റാളേഷൻ. ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്നോളജി പർച്ചേസ് ചെയ്യുന്നു. സപ്പോസ് നമ്മളൊരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യാം. ആ വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്,
നമുക്കറിയൂല അല്ലെ. അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരസ്പരം നമ്മൾ അതിന് എന്താ പറയാ അസംബിൾ ചെയ്യേണ്ടതുണ്ടാവും. സപ്പോസ് നമ്മളൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ ഓരോ പാർട്ടുകളും, ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ ഓരോ പാർട്ടുകളും ഡിഫറന്റ് ആണ്. അല്ലെ, അതിന്റെ കേബിൾസ് എല്ലാം ഡിസ്കണക്റ്റഡ് ആയിരിക്കും, കീബോർഡ് വേറെ ആയിരിക്കും, മൗസ് വേറെ ആയിരിക്കും, CPU വേറെ ആയിരിക്കും, അതുപോലെ തന്നെ മോണിറ്റർ വേറെ ആയിരിക്കും, ക്യാമറാസ് വേറെ ആയിരിക്കും, ഇങ്ങനെ ഓരോന്നും സ്പീക്കർ വേറെ ആയിരിക്കും. ഓരോ എലമെന്റുകളും ഓരോ കോമ്പണന്റുകളും എന്തായിരിക്കും, ഡിഫറന്റ് ആയിട്ട് ഓരോ പീസുകളായിരിക്കും. സോ ഇതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അസംബിൾ ചെയ്യേണ്ടത്, അതിന്റെ രീതിയെ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ്. ഹൗ ടു ഇൻസ്റ്റാൾ, ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റിൽ പറയുന്നത്. ദി സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ് ഈസ് മീൻ ഫോർ ദി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ദിസ് ഡോക്യുമെന്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഹൗ ടു ഇൻസ്റ്റാൾ ദി സിസ്റ്റം. The system installation document should contain a description of the system files and the hardware configuration required. ഈ ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റം ഫയൽസിനെ കുറിച്ച്, ഹാർഡ്വെയർസിനെ കുറിച്ച്. അതായത് ഇതിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമായിട്ടുള്ള ഫയൽസ് എന്തെല്ലാം കാര്യങ്ങളാണ്, അതുപോലെ എന്തെല്ലാം ഹാർഡ്വെയർസ് വേണം. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യണം, കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ മിനിമം കോമ്പണൻസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. അത് CPU മാത്രം കിട്ടുമെന്ന് നമുക്കറിയില്ല, മോണിറ്റർ വേണം, കീബോർഡ് വേണം, മൗസ് വേണം അല്ലെ. അപ്പൊ അതിന്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ CPU പിന്നെ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ പ്രിന്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കേബിള് അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊജക്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊജക്ടർ കണക്ട് ചെയ്യുന്ന കേബിള്, ആ കേബിൾ എല്ലാ സിസ്റ്റത്തിലേക്കും ഒരേപോലെയാണോ അല്ല, ചിലതിൽ എന്ത് ചെയ്യുന്നു HDMI കേബിൾ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അത് കേബിളിന്റെ കണക്ഷന് ഉപയോഗിക്കുന്നതിന്റെ രീതികൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ എന്തെല്ലാം ഹാർഡ്വെയർസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, ഇൻസ്റ്റാളേഷൻ ആവശ്യമുള്ളത്, ഇത് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഓൾസോ ഓഫർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ഹൗ ടു ഓപ്പറേറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഹൗ ദി കോൺഫിഗറേഷൻ ഡിപെൻഡന്റ് ഫയൽസ് ഷുഡ് ബി കസ്റ്റമൈസ്ഡ് ആൻഡ് ഹൗ ടു എസ്റ്റാബ്ലിഷ് ദി പെർമനന്റ് ഫയൽസ്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ കോൺഫിഗറേറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ചേഞ്ചസ് നമുക്ക് വരുത്താൻ കഴിയും, ഓരോ ചേഞ്ചും എങ്ങനെയാണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയുള്ള അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റിൽ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടെക്നോളജി നമ്മൾ പർച്ചേസ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. ദെൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റാൾ ചെയ്യാണ്. ആ പർട്ടിക്കുലർ മെഷീൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡോക്യുമെന്റ്, പർട്ടിക്കുലർ ഡിവൈസ്, പർട്ടിക്കുലർ ടെക്നോളജി നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അറിയണം, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് കോൺഫിഗർ ചെയ്യുക, സെറ്റിംഗ്സ് മാറ്റുക എന്നുള്ളതാണ്. അതിപ്പോ ഏതൊരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാലും ഏതൊരു ടെക്നോളജി വാങ്ങിക്കഴിഞ്ഞാലും അതിന് ജനറൽ ആയിട്ടുള്ളൊരു റൂളാണ് ഉണ്ടാവുക അല്ലെ, ജനറൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫീച്ചർ നമുക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൽ അഡീഷണൽ ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ കൊണ്ടുവരും. അതിന്റെ തീം നമ്മൾ മാറ്റും, ഫോണ്ടിന്റെ സൈസ് മാറ്റും, കളർ മാറ്റും അല്ലെ, ഡെസ്ക്ടോപ്പിന്റെ പിക്ചർ മാറ്റും അല്ലെ, ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ ചേഞ്ചസ് കൊണ്ടുവരും. സോ അത്തരത്തിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുന്നതിനെയാണ് കോൺഫിഗറേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ദി സിസ്റ്റം കോൺഫിഗറേഷൻ ഡോക്യുമെന്റ് ഈസ് മീൻ ഫോർ ദി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ യൂസേഴ്സ്. അത് യൂസേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കോൺഫിഗറേഷൻ ഡോക്യുമെന്റിൽ. ദിസ് ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ഹൗ ടു കോൺഫിഗർ ദി സിസ്റ്റം ഓർ ദി സോഫ്റ്റ്വെയർ ഫോർ എൻഡ് യൂസർ. എൻഡ് യൂസർക്ക്, അതായത് അതിന്റെ അൾട്ടിമേറ്റ് യൂസർക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സുകളെ അറേഞ്ച് ചെയ്യുന്നതിന്, സെറ്റിംഗ്സുകളെ കോൺഫിഗർ, അതിന് ചേഞ്ച് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കോൺഫിഗറേഷൻ ഡോക്യുമെന്റിൽ വരുന്നത്. You can combine this document with the system installation document depending upon the requirement and the volume of information. നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺഫിഗറേഷൻ ഡോക്യുമെന്റും ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന. സോ നമ്മുടെ ഒരു കമ്പനിയുടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ടൈപ്പ്, അതായത് ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റും കോൺഫിഗറേഷൻ ഡോക്യുമെന്റും കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ദെൻ ഫോർത്ത് വൺ, യൂസർ മാനുവൽ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അൾട്ടിമേറ്റ് യൂസർക്ക് അതിനെ കുറിച്ചുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ A to Z അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂസർ മാനുവൽ യൂസ് ചെയ്യുന്നത്. യൂസർ മാനുവൽ ഷുഡ് ഇൻട്രൊഡ്യൂസ് ദ ഓഡിയൻസ് ടു ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം.
ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തെ കുറിച്ചുള്ള അതിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തുന്നതിനാണ് യൂസർ മാനുവൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷുഡ് ഔട്ട്ലൈൻ ദി നോർമൽ ഫംഗ്ഷൻസ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഷുഡ് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ ഓൺ ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഹൗ ടു യൂസ് ദി വേരിയസ് ആപ്ലിക്കേഷൻ. ദി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഫർദർ ഇല്ലുസ്ട്രേറ്റഡ് വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ യൂസർ മാനുവൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിയുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ കൂടെ നമുക്ക് ചെറിയൊരു ബുക്ക് കിട്ടും, യൂസർ മാനുവൽ കിട്ടും. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ഓൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഓഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ സ്വിച്ചുകൾ, ഓരോ സ്വിച്ചുകളും എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഓരോ പാർട്സുകളും എന്തിനാണ് ഉപയോഗിക്കുന്നത്, ചാർജ് ചെയ്യേണ്ടത് എവിടെയാണ്, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, ക്യാമറ എവിടെയാണ്, ഓരോ ക്യാമറയുടെയും പിന്നെ അല്ലെങ്കിൽ പിന്നെ ടച്ച് സ്ക്രീൻ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് അല്ലെ. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് പിന്നെ അനലൈസ് ചെയ്യാൻ, ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എവിടെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും അതിലെന്തുണ്ടാവും, എന്റെ യൂസർക്ക് ആവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് യൂസർ മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം റെഫറൻസ് ആണ്. സിസ്റ്റം റെഫറൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിനകത്ത് ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, അതായത് നമ്മളിവിടെ യൂസർ മാനുവലിൽ പറയുന്നത് കുറച്ചും കൂടെ എന്തായിരിക്കും, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മീൻസ് കുറച്ചും കൂടെ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ വളരെ കുറഞ്ഞ ഐറ്റംസ് ആണ് ഇതിൽ പറയുന്നത്. എന്നാൽ അതിന് ഉള്ളിലേക്ക് കയറി ചെന്നാൽ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണിന്റെ പുറത്തുള്ള കാര്യങ്ങളും മൊബൈൽ ഫോണിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെയാണ് യൂസർ മാനുവലിൽ പറയുന്നത്. പക്ഷെ നമ്മൾ സിസ്റ്റം റെഫറൻസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ്, ഓരോ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ പിന്നെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പിന്നെ ഫെസിലിറ്റീസും എന്തൊക്കെയാണ്, ആ ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള എററുകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ അത് ആ എററിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള രീതി, അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ സിസ്റ്റം റെഫറൻസ് എന്ന് പറയുന്നത്. ദി സിസ്റ്റം റെഫറൻസ് ഡോക്യുമെന്റേഷൻ ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ സിസ്റ്റം ഫെസിലിറ്റീസ്, ഹൗ ടു യൂസ് ദോസ് ഫെസിലിറ്റീസ്, list of error messages and how to recover from errors. The system reference manual should be written in a descriptive state. Descriptive ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഒരു രീതിയാണ് സിസ്റ്റം റെഫറൻസിന് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട ടൈപ്സ് ആയിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്, ദെൻ ഇൻസ്റ്റാളേഷൻ ഡോക്യുമെന്റ്, കോൺഫിഗറേഷൻ ഡോക്യുമെന്റ്, അതുപോലെ തന്നെ യൂസർ മാനുവൽ, സിസ്റ്റം റെഫറൻസ്. ദീസ് ആർ ദ ഡോക്യുമെന്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മളൊരു ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 ടൈപ്പ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റ്സുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് റീഡ് ചെയ്യുന്ന ആളുകൾക്ക്, അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ അത് നമ്മളത് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിംഗ് എ ഗുഡ് ഡോക്യുമെന്റേഷൻ. ദേ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഓൺ വാട്ട് കണ്ടന്റ് ടു ഇൻക്ലൂഡ്. അതായത് നമ്മുടെ ഡോക്യുമെന്റിനകത്ത് എന്ത് കണ്ടന്റ് ആണ് വരേണ്ടത്, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈൽ, എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ആൻഡ് ഫോർമാറ്റ് ഓഫ് ദി ഡോക്യുമെന്റ്, നമ്മുടെ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, അതിന്റെ അലൈൻമെന്റ് എങ്ങനെയായിരിക്കണം, അതിന്റെ രീതി എങ്ങനെയായിരിക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഡെവലപ്പ്, യൂസ് ആൻഡ് മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ. നമ്മുടെ ഡോക്യുമെന്റേഷൻ, ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ മാനുവൽ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഗറേഷൻ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെ അത് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്ത് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തണം, ഡയഗ്രാം വേണോ വേണ്ടേ, ചാർട്ട് വേണോ വേണ്ട, പിക്ചേഴ്സ് വേണോ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Documentation standards provide guidelines for producing documents as well as for their reproduction or delivery to users. അതായത് നമ്മൾ ഡെലിവറി മുതൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് ഇത് എത്തിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷനും ഇതിന്റെ റീപ്രൊഡക്ഷനും അതിന്റെ റീവർക്കും അല്ലെ, ആ ഡോക്യുമെന്റ് പ്രിപ്പയറിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then standards should in the first place help determine what a document should provide. എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിന്റെ ഒരു ചെറിയ പോയിന്റ് കൂടെ പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കുന്നത്, എന്താണ് ഡോക്യുമെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്, വാട്ട് ടെർമിനോളജി ഷുഡ് ബി യൂസ്ഡ്, അത് നമ്മൾ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ടെർമിനോളജിയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. Then how the documentation should be presented and laid out. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്, അവതരിപ്പിക്കേണ്ടത്.
ഓക്കെ, എന്ത് ടെർമിനോളജിയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ടെർമിനോളജിയാണ് യൂസ് ചെയ്യുന്നത്, അതായത് പിക്ചേഴ്സ് ആണോ, ഗ്രാഫ്സ് ആണോ, ചാർട്ട്സ് ആണോ, അത് ബ്ലൂ പ്രിന്റ്സുകളാണോ, അല്ലെ എന്ത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഡോക്യുമെന്റിൽ ഏത് ഡോക്യുമെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്, യൂസർ മാനുവൽ ആണോ, കോൺഫിഗറേഷൻ ആണോ, അല്ലെ ഏത് മാനുവലാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിന്റെ സ്റ്റൈല്, അതിന്റെ ഫ്രെയിംവർക്ക്, അതിന്റെ ലേ ഔട്ട്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ്സിനെ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഡോക്യുമെന്റേഷനിൽ സ്റ്റാൻഡേർഡ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണിത്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് 5 സ്റ്റേജുകളിലായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ ഇന്റേണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഡെലിവറി സ്റ്റാൻഡേർഡ്സ്, 3 സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്യാദർ റിക്വയർമെന്റ്സ് ആണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, നമുക്കൊരു ഡോക്യുമെന്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് വേണം. ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. അത് ഇന്റർവ്യൂ വഴി നമുക്ക് കളക്ട് ചെയ്യാം, ചെക്ക് ലിസ്റ്റ് വഴി കളക്ട് ചെയ്യാം, അല്ലെ അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലൂടെ നമുക്ക് കളക്ട് ചെയ്യാം. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് പറയുന്നത്. ഇതിന് മൂന്നാമത്തെ സ്റ്റേജ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. സോ നമ്മൾ മീഡിയ ടൈപ്പ്, അതിന്റെ ഫോർമാറ്റ് എന്ത് ടൈപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രാംസ് ഉൾപ്പെടുത്തണോ, ചാർട്ടുകൾ ഉൾപ്പെടുത്തണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ലേ ഔട്ട്, അതുപോലെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, ഡോക്യുമെന്റിന്റെ ടെംപ്ലേറ്റ്സ്, അതിന്റെ എന്താ പറയുക ഫോർമാറ്റ്, അതിന്റെ രീതി, അതിന്റെ ഡിസൈൻ, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റൈൽസ്, ഇങ്ങനെ തുടങ്ങിയുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ്. അവിടെ നമ്മൾ റൈറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, അത് ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഏത് രീതിയാണ്, ഏത് ലാംഗ്വേജ് ആണ്, ഏത് ഫോർമാറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ റിവ്യൂ, ടെക്നിക്കൽ റിവ്യൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെക്നിക്കൽ റിവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എഡിറ്റോറിയൽ സ്റ്റേജസ്, അതുപോലെ ടെസ്റ്റിംഗ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാണ്. ഓക്കെ, ചെക്കിംഗ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, സോ 4 സ്റ്റേജ് കഴിഞ്ഞ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സൈൻ ഓഫ് ആണ്. അതായത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, ഡോക്യുമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യും. സോ 5 സ്റ്റേജുകൾ, ഈ 5 സ്റ്റേജുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, സ്റ്റാൻഡേർഡ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഡിഫറെന്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ ഡോക്യുമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതായത് അത് റൈറ്റിംഗിൽ, അതിന്റെ റിവ്യൂവിലും ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു, ഡോക്യുമെന്റേഷൻ ആണ്. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ, അതിന്റെ 5 ടൈപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ്സിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.